ഹേ ഗായ്സ്, ഇന്ന് നമ്മൾ എണ്ണയിലൊന്നും പൊരിച്ചെടുക്കാത്ത ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഒന്ന് നമ്മളെ ചട്ടിപ്പത്തിരിയും പിന്നെ ഒരു നമ്മളെ പപ്സിൻ്റെ മസാലയിൽ വെച്ചിട്ട് ചെയ്തെടുക്കുന്നൊരു മുട്ട വെച്ചിട്ട് ചെയ്തെടുക്കുന്നൊരു സ്നാക്സും കൂടി കാണിക്കുന്നുണ്ട്. അപ്പം രണ്ടും ഈസി റെസിപ്പിയാണ്, ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പം നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം നമുക്ക് ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചട്ടിപ്പത്തിരിക്ക് നമ്മൾ ബീഫാണ് എടുത്തിട്ടുള്ളത്. എല്ലില്ലാത്ത, നെയ്യൊന്നും അധികം ഇല്ലാത്ത ഒരു 100 ഗ്രാമോളം ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് പാകത്തിന് ഉപ്പ്, അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, എല്ലാം കുറച്ച് വെച്ചാൽ മതി കേട്ടോ. പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് ബീഫ് മസാല, അതുപോലെ കുറച്ച് പെരിഞ്ജീരകം, വലിയ ജീരകല്ലേ അതും, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ നെയ്യില്ലാത്ത പീസ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്താൽ കേട്ടോ. അപ്പോൾ ഇതൊക്കെ സെറ്റാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വേവിക്കാൻ വെക്കാം. എൻ്റെ കുക്കറിൽ ഒരു 5-6 വിസിൽ നിന്ന് ഈ ഒരു ബീഫ് വെന്ത് കിട്ടും. അപ്പോൾ അതടാകുമ്പോഴേക്കും നമുക്ക് അടുത്ത സ്നാക്സിനുള്ള മുട്ട, ഞാനൊരു 3 കോഴിമുട്ട എടുത്തിട്ട് പുഴുങ്ങാൻ വെക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്നിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് പണി എളുപ്പമായി കിട്ടും കേട്ടോ. അതോടൊപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചട്ടിപ്പത്തിരിയിലേക്കുള്ള അരി അരച്ചെടുക്കുക. അതൊരു എനിക്ക് തോന്നുന്നൊരു 3-4 മണിക്കൂർ കുതിർത്ത് വെച്ച അരി കേട്ടോ. നമ്മൾ വൈകുന്നേരമല്ലേ സ്നാക്സ് ഉണ്ടാക്കുക, അതുകൊണ്ട് തന്നെ രാവിലെ അങ്ങോട്ട് കുതിർത്ത് വെച്ചാൽ മതി അരി. ആ അരിയിലേക്ക് ഒരു കൈപ്പിടി അളവിൽ ചോറ്, അതുപോലെ 1 കപ്പ് തേങ്ങയോളം ചേർത്തിട്ടുണ്ട്. ഒരു തേങ്ങയിൽ പകുതി മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത്രയും കൂടി ചേർത്ത് നമുക്ക് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമ്മളെ മുട്ടയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ടുണ്ട്. അരി അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള അരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് അരി എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ അളവാണ് ഈ പറയുന്നത്. ഒരു 2 കയ്യിൽ ചോറും 1 കപ്പ് തേങ്ങയും കൂടി ചേർത്തിട്ട് ഇതേപോലെ നല്ലപോലെ അരച്ചെടുക്കുക. നമ്മൾ ദോശമാവിനൊക്കെ അരക്കൂലേ, അതുപോലെ അരച്ചെടുത്താൽ മതി. കുറച്ച് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് നമ്മൾ ആദ്യം ചെയ്ത് വെച്ചാൽ ഇങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അത് അടക്കട്ടെ. അപ്പോഴത്തേക്കും നമ്മൾ ബീഫൊക്കെ നല്ലപോലെ വെന്തിയുണ്ട്, വെള്ളമൊക്കെ വറ്റിയുണ്ട്. ഇനി നമുക്ക് ആ ഒരു മസാലയോടുകൂടി തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് ചൂടാക്കാൻ വെച്ച് ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഈ മസാലയോടുകൂടി തന്നെ ബീഫ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വരണം. ആ ഒരു മസാലയിൽ നല്ലപോലെ മിക്സ് ആയിട്ട് വരണം കേട്ടോ. അതാ പറഞ്ഞാൽ മസാല ഒട്ടും കളയരുത്. നമ്മൾ കാര്യമായിട്ട് വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഈ ഒരു മസാല വേണം. അപ്പോൾ നല്ലപോലെ ഫ്രൈ ആയി വന്നാൽ, കരിയരുത്, ഫ്രൈ ആയി വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഒന്ന് അരച്ചെടുക്കുക. ഈ എണ്ണയിലേക്ക് തന്നെ, ആ ഒരു ബീഫ് മാറ്റിയ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ഒരു 3 ഉള്ളിയും, വലിയ ഉള്ളിയും, അതുപോലെ 1 പച്ചമുളകുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എരിവാണെങ്കിൽ 2 പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് 1 പച്ചമുളക് ആക്കിയതാണ്, അല്ലെങ്കിൽ 2 പച്ചമുളകൊക്കെ എടുത്തോളൂ കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് നല്ലപോലെ സോഫ്റ്റായിട്ട് വഴറ്റിയെടുക്കണം. നല്ലപോലെ ഒന്ന് വാടി വന്നാൽ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ബീഫ് മസാലയും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇത്ര മാത്രമേ നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർക്കുന്നുള്ളൂ. ഇതിലേക്ക് നമ്മൾ ആ അരച്ച് വെച്ച ബീഫും കൂടി, നല്ല അരഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, ഒന്ന് ക്രഷ് ആയി വന്നിട്ടുള്ളൂ, ആ ഒരു ബീഫും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഞാൻ ആ ഒരു മിക്സീൻ്റെ ജാറിൽ ഒരു ഇത്തിരി വെള്ളവും കൂടി ആയിട്ട്, കുറേ ഒന്നും ആക്കരുത്, ഒരു ഇത്തിരി മാത്രം വെള്ളവും കൂടി ആക്കിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ആ പൊടിയും എല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് വെള്ളം ചേർക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ആക്കി എടുക്കുക. വെള്ളം എന്തെങ്കിലും ഒന്ന് വറ്റിച്ചെടുക്കണേ. അപ്പോൾ നമ്മൾ മസാല റെഡി. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നോമ്പായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആവിയിൽ വേവിച്ചൊക്കെ ഇഷ്ടമുണ്ടാവുക അല്ലേ. എന്താ വെച്ചാൽ എണ്ണക്കടിയൊക്കെ മടുത്തിയുണ്ടാവും. അപ്പോൾ ഇടയ്ക്കൊന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആവിച്ചമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്ന പാത്രത്തിൽ എണ്ണ
തടവി കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നെയ്യ് ഇഷ്ടമുള്ളവരാണെങ്കിൽ നെയ്യായിരിക്കും കേട്ടോ നല്ലത്. ഇവിടെ നമുക്ക് അധികം ഇവിടെ നെയ്യ് ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ നിങ്ങളതിൽ ഏതാണുള്ളത് അത് ചേർത്ത് കൊടുക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അതുപോലെ നമ്മൾ ആ മാവിലും കൂടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നെയ്യുള്ളവരാണെങ്കിൽ, നെയ്യ് ഇഷ്ടമുള്ളവരാണെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുത്തോളി. എന്താ വെച്ചാൽ ബീഫും നെയ്യും എല്ലാം കൂടി ആകുമ്പോൾ കുറച്ച് അധികമായി പോകില്ല വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്താൽ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുത്ത കേട്ടോ. എന്നിട്ട് മാവ് ഒരു കയ്യിൽ ഒഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു മസാല വെച്ച് കൊടുക്കുക. ഇത് ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ. പിന്നെ നമ്മൾ കുറേ ലെയറൊന്നും ഉണ്ടാക്കുന്നില്ല, ആകെ 2 ലെയർ ഉണ്ടാക്കുന്നുള്ളൂ. അതാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിലില്ലേ ഭയങ്കര കട്ടിയായിട്ട് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മസാല ഇട്ടതിൻ്റെ മേലെ ഒന്നും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത്ര മാത്രമേ ലെയർ ചെയ്യുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ മേലെ കൂടെ കുറച്ചുകൂടി ആ ബീഫ് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാകുമ്പോൾ നല്ല കുറേ അധികം മസാല ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മൂടി വെച്ച് ആവിക്ക് വെക്കുക. ഇതിൻ്റെ വേറൊരു ടൈപ്പും കൂടി ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മളെ ഇഡ്ഡലി ചെമ്പാണ്. അതിലേക്ക് കുറച്ച് മാവ് ഒഴിച്ച് കൊടുക്കുക. ഇതിൽ നിറച്ചൊഴിക്കരുത് കേട്ടോ. ആ കുഴി നിറച്ചൊഴിച്ചാൽ എല്ലാം കൂടി പുറത്തേക്ക് വരും. അതുകൊണ്ട് കുറച്ച് മാത്രം ഒഴിക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ബീഫിൻ്റെ മസാല ആ നടുഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കുക. നടുവിലിട്ട് കൊടുത്താൽ മതി. അതുപോലെ കുറച്ച് അധികം ഇടുക. എന്ന് വെച്ചാൽ ഫുള്ള് അപ്പുറമൊക്കെ ആവും കേട്ടോ. എന്ന് വെച്ചാൽ ഇതിൽ ഓയിലുള്ളതുകൊണ്ട് തന്നെ ആ ഒരു ഓയിൽ നമ്മളിത് വേവുമ്പോൾ അങ്ങോട്ട് മിക്സ് ആവുന്നതുകൊണ്ട് തന്നെ ആ ഒരു മാവിലേക്കൊക്കെ ടേസ്റ്റ് വരും. അതുകൊണ്ട് നടുക്കിട്ട് കൊടുത്താൽ മതി. കുറച്ചധികം മസാല ഇടാൻ ശ്രദ്ധിക്കുക. 1 സ്പൂണ് മസാല ഒരു കുഴിയിലിടാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇത് നമുക്കവിടെ അടച്ച് വെച്ചിട്ട് വിസിൽ വരിപ്പിക്കാം. അപ്പോഴത്തേക്കും നമ്മളെ ഇപ്പുറം വെച്ചില്ലേനോ അതങ്ങോട്ട് റെഡി ആയിട്ട് കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ ആവി വന്നാൽ തന്നെ ഇത് വെന്ത് കിട്ടും. എന്താ വെച്ചാൽ നെയ്ച്ചോറിൻ്റെ അരി അരച്ചതില്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്കതവിടെ തണിയാൻ വെക്കാം. അപ്പോഴത്തേക്കും വേറൊരു പാത്രം ഞാനവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഇപ്പുറവും വിസിൽ വന്നിട്ടുണ്ട് നമ്മളെ ഇഡ്ഡലി ചെമ്പിൽ. അതൊന്ന് കുത്തി നോക്കി, അപ്പോൾ മാവ് ഒട്ടുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അതും ഇങ്ങോട്ട് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഇഡ്ഡലി ചെമ്പ് കുറച്ച് പണിയാന്ന് വെച്ചാൽ വിസിൽ വരുന്നതുകൊണ്ട് തന്നെ ആവി ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. ഇതൊക്കെ തണിഞ്ഞതിന് ശേഷം മാത്രം അങ്ങോട്ട് കോരിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ഇപ്പുറത്തെ ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതെനിക്ക് കിട്ടുമോ ഇല്ലേ, റെഡിയാവോ ഇല്ലേ എന്നുള്ളൊരു സംശയത്തിൻ്റെ പേരിൽ വെച്ചത്. എന്താ വെച്ചാൽ വേറെ പാത്രമല്ല കേട്ടോ, ചെറിയ പാത്രം വേണം. നമ്മൾ ചെറിയ ആവിച്ചെമ്പായതുകൊണ്ട് ചെറിയ പാത്രം അതിൽ വെക്കാനുള്ളതില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ മേലേക്കായിട്ടാണ് ആ പാത്രം വന്ന് കിടക്കുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ലെയർ മാവ് ഒഴിക്കുക, ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ബീഫിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ലെയർ കൂടി വയ്ക്കുക, മേലെ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ തന്നെ നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ വെച്ചത് ആദ്യം തന്നെ തണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക, ഒന്നിങ്ങോട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. വെച്ചാൽ അടുത്ത ലെയർ ഒഴിക്കാൻ വേണ്ടിയിട്ട് മാറ്റി കൊടുക്കുക. ഇത് ഈസി സ്നാക്സാണ്. അതുപോലെ ചിക്കൻ ഇട്ട് ചെയ്യുക, പക്ഷേ ചിക്കനിലും ഒന്നുകൂടി ടേസ്റ്റ് ബീഫാണ്. ചിക്കൻ വെക്കുക, അതുപോലെ മീൻ വെക്കുക, അയിലയോ അല്ലെങ്കിൽ എന്തെങ്കിലും കഷ്ണമീനോ ചെമ്മീൻ വെക്കുക, കൂന്തൽ വെക്കുക, അങ്ങനെ എല്ലാ ടൈപ്പ് മീനിലും ചെയ്തെടുക്കുക കേട്ടോ. നമ്മളിത് തണിഞ്ഞതിന് ശേഷം മാത്രം എടുക്കുകയാണെങ്കിൽ ഇത് പൊട്ടിപ്പോരില്ല. നമ്മളിങ്ങനെ അടിയിലിങ്ങനെ ഒരു എന്തെങ്കിലും വെച്ചിട്ടിങ്ങനെ ഒന്ന് തട്ടി കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും ഇത് വരും, ഒട്ടിപ്പിടിക്കൊന്നുമില്ല. നല്ല പോലെ വെന്തിയുണ്ട്, നല്ല ടേസ്റ്റാണ്. ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇത് കട്ട് ചെയ്യുമ്പോൾ തണിയണം, അല്ലെങ്കിൽ ആ ഒരു മസാലയിലെ ഫുള്ളങ്ങോട്ട് മിക്സായി പോകും. അതുകൊണ്ട് പിന്നെ ഈ ഒരു ചട്ടിപ്പത്തിരി അങ്ങനെ പ്ലേറ്റിൽ വയ്ക്കുന്നതിൽ മസാല അധികം അങ്ങോട്ട് ഇടണ്ട, കുറച്ചിട്ടാൽ മതി. മറ്റേലാകുമ്പോൾ മസാല അധികം ഇടുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതവിടെ സെറ്റായിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് നമ്മൾ അടുത്ത ഒരു മുട്ട പപ്സ് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ആദ്യം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, വീഡിയോയിൽ കാണും. പക്ഷേ ഇത് ലാസ്റ്റ് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. ആദ്യം റെഡിയാക്കിയത് ഈ ഒരു ചട്ടിപ്പത്തിരിയാണ്. നമ്മൾ ആ രണ്ടാമത് ഒഴിച്ചതും കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത പപ്സിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഇത് ഒറിജിനൽ പപ്സ് ഒന്നുമല്ല, പക്ഷേ ഒരു ചെറിയ സ്നാക്സാണ്, നല്ല ടേസ്റ്റുള്ള സ്നാക്സാണ് കേട്ടോ. അപ്പോൾ ഒരു കപ്പ് മൈദയിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഈ ഒരു സംഭവം എപ്പോഴും എൻ്റെ കയ്യിലുള്ളതാണ് കേട്ടോ. മുട്ട വയ്ക്കുമ്പോൾ അതിൻ്റെ തോടുകൂടി പോകും. പിന്നെ അതിലേക്ക് പാകത്തിന് ഉപ്പ്, അതുപോലെ കുറച്ച് പാലും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം.
ബാക്കി വെള്ളവും കൂടി ചേർത്തിട്ട് അരച്ചോളി കേട്ടോ. അപ്പോൾ ഇതാ അരച്ചട വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഉള്ളി ഒരു 2 ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നീളത്തിൽ തന്നെ കട്ട് ചെയ്തത്, പക്ഷെ ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പച്ചമുളക് പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴന്ന് വന്നാൽ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ സമയത്ത് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ വാടി ഇങ്ങനെ കരിയണ്ട, അതായത് മുരിയണ്ട, ഒന്ന് സോഫ്റ്റായിട്ടാണ് വരണ്ട കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ മിക്സാക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ചിക്കൻ മസാലയും അതുപോലെ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ തന്നെ ഗരം മസാലയും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ മല്ലിച്ചപ്പും കറിവേപ്പിലയും ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുക. നല്ലപോലെ മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇതാ നമ്മളെ സിമ്പിൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് ഭയങ്കര ടേസ്റ്റാണ്, സിമ്പിളാണ് വെച്ചിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ട ദോശ ചുട്ടെടുക്കാം. നമ്മൾ നേരത്തെ അരച്ചപ്പം കൊണ്ട് കുറച്ച് കട്ട ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നുകൂടി ഒന്ന് വിസ്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ദോശ ചുട്ടെടുക്കാം. ദോശ ചുട്ടെടുക്കുമ്പോൾ നമ്മൾ സാധാരണ മൈദ ദോശ ചുട്ടെടുക്കുന്ന പോലെ എടുക്കരുത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ചുട്ടെടുക്കുമ്പോൾ അങ്ങനെ ഓൾസ് വരില്ല. ഇത് ഓൾസ് ഒന്നും പാടില്ല. നമ്മൾ ആദ്യം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒന്ന് ചൂടായി വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. അതായത് അത്യാവശ്യം വലിപ്പം വേണം ദോശക്ക്, ഇങ്ങനെ ഓൾസ് വരാനും പാടില്ല കേട്ടോ. അപ്പോൾ ഒരു ഭാഗം ആയാലും നമുക്ക് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ജസ്റ്റ് ഒന്ന് വേവാൻ മാത്രമേ പാടുള്ളൂ, മുരിയാനൊന്നും നിൽക്കരുത്. ഇതേപോലെ ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 2 ഭാഗവും ഒരുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എടുത്തു മാറ്റാം. അടുത്തതും അങ്ങനെ തന്നെ തീ കുറച്ച് വെച്ചിട്ട് അത്യാവശ്യം വലുപ്പത്തിൽ പിന്നെ അങ്ങനെ ഓൾസൊന്നും വരാണ്ട് തന്നെ ദോശ ചുട്ടെടുക്കുക. ചെറിയ ചെറിയ കട്ടകളതിലുണ്ട് കേട്ടോ, ഞാൻ എത്ര അടിച്ചിട്ടും അതങ്ങോട്ട് പോയില്ല. ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ കുറച്ച് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുക. നമുക്ക് എന്തെങ്കിലും ഒന്ന് വാട്ടിയെടുത്തിട്ട് ഇതുപോലെ തന്നെ എല്ലാം കൂടി ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൽ ഫില്ലിങ്സ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമ്മളെ മസാല വെച്ച് കൊടുക്കുന്നുണ്ട് ആദ്യം, ആ ഒരു ഉള്ളീൻ്റെ മസാല. പിന്നെ നമ്മൾ ഫസ്റ്റ് ഒരു മുട്ട പുഴുങ്ങാൻ വെച്ചില്ലേ, അതാണ് ഇതിലേക്ക് വേണ്ടത്. അത്യാവശ്യം മസാല വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കോഴിമുട്ട വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലെ കുറച്ചുകൂടി ഒന്ന് വെറുതെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് ഉള്ളിയും കൂടി വെച്ച് കൊടുക്കുക. അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്, ആ ഒരു കോഴിമുട്ടൻ്റെ ടേസ്റ്റ് ഉള്ളി എല്ലാം കൂടി വന്നിട്ട് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ മറിച്ചിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മൈദപ്പശ വെച്ച് കൊടുത്തിരിക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പുറത്തും അതുപോലെ തന്നെ ഞാൻ കുറച്ച് മൈദപ്പശ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റും. ഞാൻ പറയുന്നതിലും നല്ലത് നിങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കുന്നതാണ്. 2 സൈഡും മൈദപ്പശ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. ഇത് നമ്മൾ ഫില്ലിങ്സ് സിമ്പിളാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. ഇതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ഓയിൽ വേണം. നമ്മളിങ്ങനെ അതിൽ കുറച്ച് ഞാൻ കാണിക്കുന്നില്ല, അധികവും വേണ്ടെന്ന കുറച്ച് ഓയിൽ വേണം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് പൊരിച്ചെടുക്കണം. അതായത് നമ്മൾ അധികം ഇങ്ങനെ അതിലിട്ടിട്ട് പൊരിക്കുന്നില്ല, എന്നാൽ ഇതേപോലെ നല്ല മുരിച്ചെടുത്താൽ, ഇത് നമ്മൾ നോമ്പ് തുറക്കുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നേ ഉണ്ടാക്കി വെച്ചാൽ മതി. ആ ഒരു ക്രിസ്പിയോട് കൂടി തിന്നണം. നേരത്തെ ഉണ്ടാക്കി വെച്ച് തണുത്ത് പോയാലും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് നോമ്പ് തുറക്കുന്നതിൻ്റെ ആ ഒരു സമയത്ത് ഉണ്ടാക്കാൻ നോക്കുക കേട്ടോ. അതാകുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ തന്നെ ഒരു ഭാഗം നല്ലപോലെ മുരിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഭാഗം മറിച്ചിട്ട് കൊടുക്കുക. കരിച്ച് കളയരുത്, മുരിച്ചാൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് കോരി മാറ്റാവുന്നതാണ്. ബാക്കി ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഒരു ഭാഗം നല്ലപോലെ ആയാൽ അടുത്ത ഭാഗം മറിച്ചിട്ട് കൊടുക്കുക. 2 ഭാഗവും നല്ലപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതങ്ങോട്ട് കോരി മാറ്റാം. മുട്ട പപ്സ് എന്നൊന്നും പറഞ്ഞിട്ട് ഇതാക്കുന്നില്ല, പക്ഷേ ഇതൊരു നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്സാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്നാക്സൊക്കെ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും ഒന്ന് കമൻറ്റും കൂടി ചെയ്യണേ, ലൈക്കും കൂടി ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ഫ്രം ജസ്ന ബഷീർ എൻ്റർടൈൻമെൻറ്റ്.